മോർണിംഗ് കേട്ടോ. എന്താ നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയ പമ്പ കേട്ടോ. രാവിലെ നേരം വെളുത്ത് അടിപൊളി സ്ഥലം, ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ്. മണ്ണെല്ലാം ഉഴുതിട്ടിട്ടുണ്ട്. എന്തൊക്കെ കൃഷിയൊക്കെ ഇട്ടിട്ടാണ്. ഇതുപോലെ കുറേ പാറക്കെട്ടുകളും കാര്യങ്ങളെല്ലാം ഉള്ളൊരു ഹിൽ സ്റ്റേഷനിലേക്ക് നമ്മൾ പോകുന്നത്. നമുക്ക് പോകേണ്ടതാ ആ കാണുന്ന മലയുടെ ടോപ്പിലേക്കാണ്. അവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ഫോട്ടോസിൽ കണ്ടതാണ്, അറിയില്ല, എന്തായാലും നോക്കാം. പല്ലിയൊക്കെ ഇട്ട് 2 ദിവസമായി പല്ലെല്ലാം തേച്ചിട്ട് പനി പിടിച്ച് കിടപ്പായോട് ഒന്നിനൊരു മൂടുണ്ടായില്ല. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ നമുക്കിനി ഹെയർ പിൻസ് ആണ്. ജസ്റ്റ് ഒരു ചുരം കയറി മേളെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഹില്ലെത്തി കേട്ടോ. അത്രയേ ഉള്ളൂ പോകാൻ. ഇന്നലെ രാത്രി ചെറിയ പനിയിലുണ്ടായി, കുഴപ്പമില്ല, ഏകദേശം ഓക്കെ. ചുമയൊന്ന് പോയി കിട്ടിയാൽ മതി. ജലദോഷം പിന്നെ കുഴപ്പമില്ല. ചുമച്ച് മനുഷ്യന് പ്രാന്തായി. അപ്പം എന്തായാലും നമുക്ക് പോവാം. ഇത് ചെറിയൊരു ഗ്രാമപ്രദേശം കേട്ടോ, ടൗൺ ഏരിയ ഒന്നല്ല, ചെറിയൊരു ഗ്രാമമാണ്. ഇത് കേട്ടോ, ഇതുപോലെയുള്ള കുറച്ച് ഹിൽ സ്റ്റേഷൻസ് നമുക്ക് അതാണ് ഉള്ളത്. പാറയാണ് അങ്ങോട്ടുള്ളത്. ആന്ധ്രാപ്രദേശ് KSRTC എൻട്രൻസ് ഫീ ഉണ്ട് കേട്ടോ. കാറിന് 100, ബൈക്കിനൊക്കെ ആണെങ്കിൽ 50. ഇതൊക്കെ ലോക്കൽസ് ഇടുന്ന വെറുതെ ഇരിക്കുന്നതായിരിക്കും, വലിയ കാര്യമൊന്നുമില്ല. എന്നാലും പോട്ടെ. ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ പോലീസുകാരെ. പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. കാര്യമായിട്ടൊന്നുമില്ല. വണ്ടിയുടെ ഡീറ്റെയിൽസ്, പിന്നെ പോകുന്നതിൻ്റെ പർപ്പസ്, കാര്യങ്ങൾ, നമ്മുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. വേറൊന്നുമില്ല. വണ്ടി ചെക്കൊന്നും ചെയ്തില്ല. ട്രാവലറാണ് പറഞ്ഞപ്പം ഒന്നും പറഞ്ഞില്ല, വിട്ടെന്ന് പറഞ്ഞു. വളരെ നല്ല പോലീസുകാർ. നമുക്ക് മുകളിലെവിടെയെങ്കിലും വെച്ചിട്ട് ഇന്ന് കുക്കെല്ലാം ചെയ്ത് ഫുഡെല്ലാം ഉണ്ടാക്കി കഴിക്കണം. എൻ്റെ തക്കാളിയെല്ലാം ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മേളിൽ നിന്ന് നോക്കിയാൽ ഈ ഒരു വില്ലേജിൻ്റെ എല്ലാം ഒരു വ്യൂവാ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. വണ്ടി സെറ്റാട്ടാ, വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ചറപറ ഓടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ മുകളിൽ വരെ കയറണം നമ്മൾ. നല്ല ചൂടായിരിക്കും തോന്നുന്നു. വെയിൽ. മുകളിൽ വല്ല ടെമ്പിളോ കാര്യം എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. ഉണ്ടാക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും നോക്കാം. കാണുന്ന പാറകളിലുള്ള എല്ലാം വെള്ളം വരുന്നുണ്ട് കേട്ടോ. എനിക്കൊന്ന് ഇവിടെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. പാറകളിലെല്ലാം ഇങ്ങനെ അരുവിന്നൊന്നും പറയാൻ കഴിയില്ല, ചെറുങ്ങനെ ഇങ്ങനെ ഡ്രോപ്പായിട്ട് നമ്മുടെ വെള്ളം വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ തുണിയെല്ലാം അലക്കുന്നുണ്ട് സൈഡിൽ. കുറച്ചധികം വെള്ളമെല്ലാം എടുത്ത് ഒരു തുണിയൊക്കെ അലക്കി സെറ്റാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പുലിയെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. പുലി, മാന്, കരടി എല്ലാം ഉണ്ടെന്ന് പറയുന്നുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അറിയില്ല. ഇവിടെ ഒരു ജസ്റ്റ് ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് തിരുമലേൻ്റെ സെയിം ഹൈറ്റാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്തൂപം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ട, 3600 ഫീറ്റ്. ഒരു കാൽപ്പാതൊക്കെ കാണുന്നുണ്ട്. പിന്നെന്തൊക്കെ എഴുതിയിട്ടുണ്ട്. 2023 അപ്പം അധികമായില്ല. കാടാണ്, കാട് കൊള്ളാം. കൊള്ളാല്ലേ, അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. എനക്കൊന്ന് ഇത് സൺറൈസ് പോയിന്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇന്നലെ രാത്രി അവിടെ കിടന്നുറങ്ങിയവർ ഇനി മുകളിൽ കയറിയാൽ മതിയായിരുന്നു. എന്നാലും ഞാൻ സൺറൈസ് കാണുന്നില്ല, നല്ല ഉറക്കമായിരുന്നു. വെള്ളം കണ്ട ഞങ്ങള്, അരുവികളുണ്ട്, അരുവികൾ. ഫുൾ ടൈം ഇങ്ങനെ നല്ല ഫോറസ്റ്റിൽ നല്ല വെള്ളമുണ്ട് കേട്ടോ. ഫുൾ ടൈം വെള്ളം വന്നുകൊണ്ടിരിക്കും.
ഇത് കണ്ട ഇഷ്ടം പോലെ വാട്ടർ റിസോഴ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഒരു കുളം പോലെല്ലാം അവർ കെട്ടി വെച്ചിട്ടുണ്ട്. ഫോറസ്റ്റുകാർ കെട്ടിയതായിരിക്കും. പക്ഷേ എന്താ പറയുക, എന്തോ ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെ ചെടികളിലായിട്ടൊരു കുളം പോലത്തെ സെറ്റപ്പ്. ഇങ്ങനെ കുറേ ഉണ്ട്. വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് ഈ കാട്ടിൽ. വെള്ളത്തിലാണെങ്കിൽ മരങ്ങളിലുള്ള കേട്ടോ. കുറേ ചതുപ്പ് പോലത്തെ പ്രദേശങ്ങളാണ്. താണു പോയാൽ പിന്നെ കിട്ടും തോന്നില്ല. അതുപോലെ ഉള്ള സ്ഥലങ്ങളാന്ന് തോന്നുന്നു കണ്ടിട്ട്. അധിക സ്ഥലം അതെ. ആൾക്കാർ വരുന്നതൊക്കെ വളരെ കുറവാണ്. ആ 1-2 വണ്ടി ഞാൻ കണ്ടുള്ളൂ. മേളിലുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും മൊത്തത്തിൽ കാണാൻ കൊള്ളാം. ഒരു രസമുണ്ട്. വെള്ളത്തിൻ്റെ പൈപ്പൊക്കെ പോകുന്നുണ്ട് ഇതിലെ കൂടി. റോഡ് കാണാം. വേട്ട് ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസ്. ഓക്കെ, ഗസ്റ്റ് ഹൗസ് നമ്മൾ പോകുന്നില്ല. ഫോറസ്റ്റ് ഹിൽസ് റൈറ്റ് തന്നെ കേട്ടോ. ഒരു പള്ളിയുണ്ട്. മേളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഒരു റൗണ്ട് ട്രിപ്പ് അടിക്കുക. റൗണ്ടിലാണ് ഇവർ റോഡ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കണ്ട് റൗണ്ട് അടിച്ചിട്ട് അപ്പുറ സ്ഥലത്തേക്ക് കൂടെ ഇറങ്ങി പോകട്ടോ. അത്രയേ ഉള്ളൂ. സൺറൈസ് പോയിന്റ് ഉണ്ട്, സൺസെറ്റ് പോയിന്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ആൾക്കാരെല്ലാം വളരെ കുറവാണ്. കുറച്ച് കപ്പിൾസ് ഉണ്ടെന്ന് മാത്രം, വേറെ ആരുമില്ല. എന്തായാലും നല്ല രസമുണ്ട്. ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ നന്ദി ഹിൽസ് എല്ലാം പോലെ രാവിലെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. കൊള്ളാം. ഒരു കുടയൊക്കെ ഉണ്ട്. ആരെങ്കിലും വരുന്നുണ്ട്. എനിക്കൊന്ന് ഫുഡെല്ലാം ഉണ്ടാക്കാറുണ്ട് രാത്രി ആൾക്കാർ. അത്യാവശ്യം നല്ല കാറ്റാണ്. കാരണം ഇങ്ങനെ കുളിരുന്ന് നല്ലതാണ്. അടിപൊളി. നല്ല വെയിലും കൂടി ഉള്ളതുകൊണ്ടൊരു രസമുണ്ട്. കാറ്റ് കൊണ്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലം, അത്രേ പറയാനുള്ളൂ ഈ ഒരു വ്യൂ പോയിന്റ് കേട്ടോ. ഇനി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അറിയില്ല. എന്തായാലും നമുക്കൊരു സൺറൈസും ഒരു സൺസെറ്റും കൂടി ഒന്ന് പിടിച്ചിട്ട് പോവാം. ഇന്ന് വൈകുന്നേരത്തെ സൺസെറ്റും നാളെ രാവിലെ സൺറൈസും കൂടെ കണ്ടിട്ട് നമുക്ക് റിട്ടേൺ അടിക്കാം കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ വരലുണ്ട് കേട്ടോ. ലെമ്മച്ചുണ്ട്, ഓൾഡ് മങ്ങുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ വണ്ടിയുടെ അടുത്തെത്തി കേട്ടോ. നല്ല കാറ്റാണ്. എനിക്കാണെങ്കിൽ ഒന്ന് പനി മാറിയതല്ലോ, അതുകൊണ്ട് ഭയങ്കര ഒരു തണുപ്പ്. ഇപ്പം നമ്മൾ പോയ സ്ഥലമാണ് നമ്മുടെ സൺസെറ്റ് പോയിന്റ് കേട്ടോ. ഗലിബന്ധ സൺസെറ്റ് പോയിന്റ് എന്ന് പറയും. അപ്പം നമുക്ക് വൈകുന്നേരം അവിടെ പോവാം. വൈകുന്നേരം പോയിട്ട് ജസ്റ്റ് ഒന്ന് സൺസെറ്റ് എല്ലാം കണ്ടിട്ട് വരാം. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി ഒരു വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് പോയി നോക്കാം. ഭയങ്കര കാറ്റാണ്, അതുകൊണ്ട് കുക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഞാൻ ലാസ്റ്റ് തട്ടടിച്ചതിൻ്റെ മുകളിൽ ഗ്യാസ് കുറ്റിയും വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. ഒന്നുമില്ല, ഒരു നൂഡിൽസാണ്, വേറെ രക്ഷയില്ല. ഫുള്ള് കാറ്റ്. പുറത്തുനിന്ന് കുക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എന്താ ചെയ്യുക. ഇന്നത്തെ ഭക്ഷണം മാഗി കേട്ടോ. ഉച്ചക്ക് ചോറൊന്നും ഉണ്ടാക്കാൻ സമയമില്ല. അത്യാവശ്യം പണിയുണ്ട്. അപ്പോൾ പണിയൊന്നും തീർക്കാൻ സമയമെടുക്കും. കുറച്ച് മാഗി എന്തായാലും സ്റ്റോക്ക് ഉണ്ട്. മാഗിയെല്ലാം ഉണ്ടാക്കി തിന്ന്. കെച്ചപ്പുണ്ട്, കെച്ചപ്പം കൂട്ടി എട്ടിക്കാം. അത്ര തന്നെ. വൈകുന്നേരമായ ഒരു ചെറിയൊരു ബ്രേക്ക്. പണിയെടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. സൺസെറ്റ് വ്യൂ പോയിന്റ് കാണാം. നമ്മൾ രാവിലെ വന്ന സെയിം സ്ഥലം തന്നെ. ആ ഒരു വ്യൂ പോയിന്റ് കാണാൻ വന്ന കേട്ടോ. ഇവിടെ ഒരു പാറയുണ്ട് കേട്ടോ. ഈ പാറ എന്ന് പറഞ്ഞത് കാറ്റടിച്ചിട്ട് ഇങ്ങനെ ആയതാണ്. സാധാരണ പറയുന്നത് വെച്ചാൽ നമ്മളെ വെള്ളത്തിൻ്റെ ഫ്ലോ സമുദ്രത്തിൽ അത്രയും വെള്ളം വെച്ചടിച്ച് കഴിഞ്ഞാലാണ് ഇങ്ങനെ ഒരു രൂപമാറ്റം സംഭവിക്കുക. ഇത് കഴിഞ്ഞാൽ ഇവിടുത്തെ കാറ്റടിച്ചിട്ടാണെന്നാണ് ഇവർ പറയപ്പെടുന്നത്. 4312 ഫീറ്റ് മുകളിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടുത്തെ കാറ്റിൻ്റെ പ്രത്യേകതയാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. സൺസെറ്റിന് സമയമായില്ല. സൂര്യനൊക്കെ അങ്ങുണ്ടത്ര. താഴെ ഇറങ്ങി വരണം. ഞാനിങ്ങനെ പാറയിൽ കൂടെ അങ്ങ് നടക്കുകയാണ്. അവിടെ ഇങ്ങനെ പോയാലോ എന്ന് വെച്ചിട്ടാ. അവിടെ കാണാൻ കുറച്ച് രസമുള്ളൊരു പാറ കാണുന്നുണ്ട്. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. കാണുമ്പോൾ വലിയ തണുപ്പൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പ് അറിയാനുണ്ട്. അവിടെ ഒരു കിടിലം വാറയൊക്കെ ഉണ്ട് കേട്ടോ. താഴോട്ട് ഇറങ്ങിപ്പോൾ വന്നാൽ മുകളിലോട്ട് പോകുന്നതിലും താഴോട്ട് പോകുന്ന അടിപൊളിയും തോന്നുന്നു. നമുക്ക് താഴോട്ട് പോയിട്ട് മുകളിലോട്ട് കയറാം. എന്തൊക്കെ വട്ടല്ലേ. വെള്ളം ഒലിച്ച് പോയിട്ടുണ്ടോ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പാറക്കെട്ടുകളാണ് കേട്ടോ. കുറച്ച് ഫോട്ടോ പോയിൻറ്റ്സ് കാണാൻ രസമാണ്.
അപ്പുറത്തെ മലയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതുപോലെയുള്ള കുറേ പാറകൾ കാണാൻ പറ്റും. ഞാനിതാ ആ മലേൻ്റെ മുകളിലെത്തി നടന്ന്. ഓ, നല്ല തണുത്ത കാറ്റ്. ഹെൽത്ത് തീരെ ശരിയില്ല കേട്ടോ. പനി പിടിച്ചതിൻ്റെ ക്ഷീണമെല്ലാം അറിയാണ്ട്. വണ്ടിക്ക് തീരെ ഒരു വലിവില്ലാത്ത പോലെ. കുഴപ്പമില്ല. ഫുൾ ടൈം സിസ്റ്റത്തിൽ ഇതിൻ്റെ മുമ്പിൽ ഇരുന്ന് ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് പണിയെടുത്ത് മടുത്ത്. അപ്പം കാലിനെല്ലാം അനക്കായിക്കോട്ടെ വെച്ചിട്ട് നടക്കുന്നതാ. ആഹാ, ഇവിടെ വരെ വന്നില്ലെങ്കിൽ ഇത് നഷ്ടമായേനെ. അടിപൊളിയല്ലേ. വെള്ളടിയും പരിപാടിയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ. പക്ഷേ സാധനം കൊള്ളാം. ഇതിൽ പോയി അപ്പുറത്ത് പോവാ. അകത്ത് ഫുള്ള് കച്ചറ കേട്ടോ. അകത്ത് ഫുള്ള് കുപ്പി, ഹാൻഡ്സ് എല്ലാം ഉണ്ട്. ആൾക്കാരെ വെള്ളടിക്കാനായിട്ട് വരുന്ന സ്ഥലം കേട്ടോ. ആംബിയൻസ് സ്ഥലം തന്നെ ഒന്നും പറയാനില്ല. അടിച്ച് പിമ്പിരി അതിനുള്ളിൽ കിടക്കാം. ഇത് നല്ലൊരു അടിപൊളി പോയിന്റാ. ശരി, വെള്ളം അടിക്കാനായിട്ട് ഉപയോഗിച്ച് നശിപ്പിച്ചേട്ടാ. കാണാൻ നല്ല രസമുണ്ട്. കാണുമ്പോൾ ഇരുട്ടി താഴെയിടാൻ തോന്നുന്നുണ്ട്. ഇതൊക്കെ കാറ്റടിച്ചിട്ട് ഈ കല്ലിന് രൂപമാറ്റം വരുന്നതെന്ന് അവർ പറയപ്പെടുന്നു കേട്ടോ. ഇവിടുത്തെ കാറ്റ് ഭയങ്കരമാണെന്ന് പറയുന്നത്. സത്യമാണ്, അത്യാവശ്യം അടിപൊളി കാറ്റാ. സൺസെറ്റിൻ്റെ ചുവന്ന ആകാശം കാണാൻ വേണ്ടി വന്ന ഫുള്ള് മൂടല. സൂര്യനെ ഒന്നും കാണാൻ പോലും ഇല്ല. എന്താണോ എന്തോ. ഇവിടുത്തെ പാറയൊക്കെ എല്ലാം ഷേപ്പ് ഭയങ്കര മാറ്റമാണ്. എന്തൊക്കെയോ ആണ്. എന്തായാലും നമുക്ക് ഇറങ്ങാതാവട്ടെ കേട്ടോ. ആകെ ഒരു ഈ പോയിന്റ് ഇവിടെ കാണാൻ വേറൊന്നും ഇല്ല കേട്ടോ. സത്യം പറയാലോ, 100 രൂപ എൻട്രി ഫീയും മേടിച്ച് എന്തിനാണോ എന്തോന്ന് എനിക്കും അറിയില്ല. ഇവിടെ ഒന്നുമില്ല. എല്ലാം പെട്ടെ ഒരു ടോയ്ലറ്റ് വരെ ഇല്ലയെന്ന് പറയാം. ഇതാണ് അവസ്ഥ. രാത്രിയിലെ കാഴ്ച കേട്ടോ. ഓ, കൊട്ടും തണുപ്പ്, നല്ല കാറ്റ്. ഇവിടുത്തെ ഒരു റിസോർട്ടാണ്. ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വണ്ടി വെച്ചിട്ടില്ല കേട്ടോ. എൻ്റെ അമ്മീ, കിടിലൻ തണുപ്പ്, നല്ല കാറ്റാണ്. ആ വ്യൂ പോയിൻറ്റിൻ്റെ ഇപ്പുറത്ത് തന്നെ ഉള്ളത്. ഇനിയിപ്പോൾ അതിന് ഫുഡ് ഉണ്ടാക്കാൻ നടക്കില്ല. ബിസ്ക്കറ്റെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഗുഡ് മോർണിംഗ്. ഇന്നലെ കേട്ടോ ഇവിടെയാണ് കിടന്നുറങ്ങിയത് കേട്ടോ. ഹോസ്ലി ഹിൽസിൽ തന്നെ ഇവിടെ വണ്ടി സൈഡാക്കി ഇതിനകത്ത് തന്നെ കിടന്നുറങ്ങിയത്. നല്ല തണുപ്പ്, രാത്രി ഒടുക്കത്തെ കാറ്റ് വരും. ചെറിയൊരു പോസ്റ്റ് ഓഫീസൊക്കെ കാണാം കേട്ടോ. ചെറിയൊരു പഴയ ബിൽഡിങ്ങിൽ. ഈ കാണുന്ന ഒരു ജസ്റ്റ് ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു എൻട്രി ഉണ്ട് അവിടെ. ഒന്നും കാണാനൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഈ മരം കാണാനേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ചെറിയൊരു പാർക്കാണ്, കുട്ടികൾക്കൊക്കെ പറ്റും. ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല. ചെറിയ തണുപ്പും കോടയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. ഒരു പാറ ഉണ്ടോ. ഈ പാറ നമ്മൾ ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കാണുന്നൊരു പാറയാണ്. എന്തെല്ലാം കച്ചറല്ലേ, എന്തെല്ലാം എഴുതി വെച്ചാൽ നോക്കി. നീ ഊട്ടിന്നെല്ലാം പറഞ്ഞു കേട്ടിട്ട് ഞാൻ കുറേ കൂടി എക്സ്പെക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത് ഹോസ്റ്റലീസിലേക്ക്. പക്ഷേ ഇവിടെ അത്ര വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ചെറിയ 2 വ്യൂ പോയിൻ്റേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഒരു ചെറിയൊരു പാർക്ക്, അത്രയും ഇവിടെ കാണാനുള്ളൂ. ഞാൻ എന്നിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ ഇടണായിട്ട് എന്ന് വെച്ചിട്ട് ഞാൻ ഫുള്ള് യൂട്യൂബെല്ലാം എടുത്ത് കണ്ടു. ഇവിടെ വേറെ പോയിൻറ്റ്സ് ഒന്നും കാണാനൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. ബാംഗ്ലൂരിൽ നിന്ന് പെട്ടെന്ന് വന്ന് പോകാൻ പറ്റിയ സ്ഥലമാണ്. ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് 160 സംതിങ് കിലോമീറ്ററേ ഉള്ളൂ. യാ മോനെ, ഇത് കൊള്ളാട്ടാ. താഴോട്ട് നോക്കി അഗാധമായ കൊക്ക. ഇത് അടിപൊളിയൊരു പോയിൻ്റ് കേട്ടോ. നല്ല സുഖല്ലേ. നല്ല ഫ്രെയിം.
ആ ടിപ്പൂരൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കാം കേട്ടോ വേണമെങ്കിൽ. ഞാൻ എന്തായാലും റിസ്ക് നിൽക്കുന്നില്ല, നല്ല കാറ്റുണ്ട്. പോയി കഴിഞ്ഞാൽ താഴെ കിടക്കും, പിന്നെ നോക്കണ്ട. ഇതിങ്ങനെ ഈ പാറയിൽ കൂടെ നടന്നിട്ട് കുറച്ച് വ്യൂ പോയിൻറ്റ്സ് കാണാമെന്നുള്ളൂ കേട്ടോ. വേറെ കാര്യമായിട്ട് വലിയൊരു ഹിൽ സ്റ്റേഷൻ എന്ന് പറയാനില്ല. കയറി വരുന്ന റൂട്ട് നൈസാണ്, അത്യാവശ്യം നല്ലൊരു ഫോറസ്റ്റ് വൈബ് കിട്ടും. നല്ല തിക്ക് ഫോറസ്റ്റാണ്. കയറി വരുന്ന വഴിയിലാണ് മെയിൻ സാധനം. എന്നാലും ജസ്റ്റ് കൊള്ളാം. നമുക്ക് രാവിലെ ഒരു സൺറൈസ് കാണാനോ വൈകുന്നേരം സൺസെറ്റൊക്കെ കാണാനല്ലോ വരാം. പക്ഷേ സൺസെറ്റും സൺറൈസും ഒന്നും വലിയൊരു മജയായിട്ട് തോന്നിയില്ല, വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് കാണാനേയുള്ളൂ. നമ്മളങ്ങനെ കളർഫുള്ളായിട്ടുള്ളൊരു വ്യൂ ഒന്നും നമുക്ക് കിട്ടില്ല. നമുക്ക് നല്ല ഇത് ഇറങ്ങാം. 2 ദിവസം അതിൻ്റെ വെള്ളം കേട്ടോ. ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുക്ക് ചെയ്യാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഫുള്ള് കാറ്റാണ്. രാത്രിയൊക്കെ ആണെങ്കിൽ ഒന്നും പറയണ്ട. രാത്രി എല്ലാവരും വെള്ളമടിക്കാൻ വരുന്ന സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ഉറങ്ങാൻ കിടന്നതിന് ശേഷം എത്ര ആൾക്കാരാണ് ഒച്ചപ്പാടും ബഹളവും തീയെല്ലാം കൂട്ടി ആകെ അലമ്പായിരുന്നു. നല്ല സൗണ്ടായിരുന്നു. എന്നിട്ടൊരു സ്റ്റെപ്പൊക്കെ കാണുന്നുണ്ട്, എന്താണെന്നറിയില്ല. ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കട്ടെ. ഏതോ കാട്ടിലേക്കാ പോകുന്നു തോന്നുന്നു. താഴെ വരെ എത്തിക്കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു നമ്മുടെ എന്താ പറയുക ലൈറ്റ് ഹൗസ് എല്ലാം മാതിരി ചെറിയൊരു സാധനമൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഒരു പഴയ കുറച്ച് ബിൽഡിങ്സ് ഒക്കെ കാണാം കേട്ടോ. ഇതിൽ നടന്നു പോകാൻ വഴിയുണ്ട്. ഇതൊക്കെ എവിടെ എത്തുമെന്ന് അറിയില്ല. കരിങ്കല്ലും കൊണ്ട് കെട്ടിയൊരു അടിപൊളി സാധനം. ഇത് അടുത്തൊരു വ്യൂ പോയിന്റ് ആണ്. നമ്മളെ തമിഴ്നാട് കോടനാട് പോയ അതേ ഒരു സെറ്റപ്പ്. കോടനാട് ഇതേപോലെയാണ്. കോടനാട് വ്യൂ പോയിന്റ് പോയിട്ടുണ്ട് ആൾക്കാർ. നമ്മൾ പോയിട്ടുണ്ടോ? ഇതുപോലെയാണ്. ഇതുപോലെ മലേൻ്റെ ഒരു വ്യൂ ആണ് കിട്ടുക. ഓഫ്, എന്ത് രസമുണ്ട് കേട്ടോ. താഴെ ഗ്രാമങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് മൂടലുണ്ടെങ്കിലും കൃഷിസ്ഥലമെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കൃഷിസ്ഥലങ്ങൾ, റോഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ പിന്നെ മലപ്രദേശമാണ്, ഉള്ള മലയാണ്. കപ്പിൾസിന് പറ്റിയ സ്ഥലം കേട്ടോ. കപ്പിൾസിന് പറ്റും, വെള്ളമടിക്കാനും പറ്റും. അത്രേ ഉള്ളൂ, വലിയ കാര്യമായിട്ട് കാണാനൊന്നുമില്ല. എന്തായാലും ഇരിക്കട്ടെ, സ്ഥലം കൂടെ കവറായല്ലോ. നമുക്കിങ്ങനെ ഓരോന്ന് കണ്ട് കണ്ട് പോവാലോ. ഈ വഴി അങ്ങോട്ട് നടന്നു നോക്കട്ടെ, അവിടെ എത്തുന്ന അറിയില്ല. ഓ, ബിൽഡിങ്ങിൻ്റെ എല്ലാം അകത്ത അവസ്ഥ പരിതാപകരം. ഫുള്ള് ഗ്ലാസ് കുപ്പി ഇതൊക്കെ തന്നെ. ഇത് നമ്മുടെ മെയിൻ റോഡ് എത്തി കേട്ടോ. നമ്മൾ വണ്ടി വെച്ചെടുത്തെത്തി. ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടല്ലേ, മരങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ഒരു സൂര്യപ്രകാശമായിട്ട്. ഒരു ചായ കുടിക്കാൻ കേട്ടോ. അങ്ങോട്ട് കാലിച്ചായ കുടിച്ചാൽ നൈസായിരിക്കും. കിട്ടും. പിന്നെ താഴെ ഒരു ഷോപ്പുണ്ട്. വണ്ടി വെച്ചത് എവിടെയാ? വെള്ളം ഇല്ലേ. വണ്ടിയും കൊണ്ട് പോയ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ട് വണ്ടി കയറ്റി നോക്കിയാലോ. ഇന്നലെ ആലോചിച്ചു ഇങ്ങനെ ആണെങ്കിൽ ആ വ്യൂ പോയിന്റ് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ. പിന്നെ ഞാൻ രാവിലെ കാണാമെന്ന് വെച്ചിട്ട് പിന്നെ അങ്ങനെ വെച്ചതാ. ഇത് റൗണ്ടാട്ടോ. ഇതിലേ പോയി അപ്പുറത്തേ വന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇതേ റോഡിൽ തന്നെ വരും. ഈ റൗണ്ടിൻ്റെ നടുക്ക് ഫുള്ള് കോട്ടേജസുമാണ്. ലെഫ്റ്റ് സൈഡെല്ലാം കാണുന്നതെല്ലാം ഓരോ ഇതാണ്, റിസോർട്ട്സാണ്. അത്രയേ ഉള്ളൂ. ചെറിയൊരു ഏരിയ, ഹിൽ സ്റ്റേഷൻ, ചെറിയൊരു ഹിൽ സ്റ്റേഷൻ. ഇല്ല, റാവലായിട്ട് മരം. ഊട്ടി പോലെ കോടയൊന്നും ഇല്ല കേട്ടോ, തണുപ്പുണ്ട്, നല്ല കാറ്റ്. കാലിച്ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതൊരു ഹോട്ടലാട്ടോ, ചെറിയൊരു റെസ്റ്റോറൻറ്റ്. മഞ്ഞ കൊണ്ട് വെള്ളം കണ്ട കുരങ്ങനെ. ഓക്കെ, കുരങ്ങനെ എങ്ങനെയെങ്കിലും സാധനം എടുക്കാനുള്ള അടവിൽ നിൽക്കുക. അത് ഫുള്ള് ഇവർ ലോക്കാക്കി വെച്ചിട്ടില്ല. ഒരു മുട്ടായി എടുത്തോണ്ട് പോയി തോന്നുന്നുണ്ടോ നാറി. എടുത്തിപ്പോൾ അത് എടുത്തിട്ട് ഓടി കേട്ടാ, ഒന്നെടുത്തിട്ട് ഓടി. എന്താ അവസ്ഥ. നല്ല ചൂട് ചായയും നല്ല തണുപ്പ് കേട്ടോ. ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. ഗ്ലാസ് ഫുള്ള് മഞ്ഞുണ്ട്.
ഇതാണ്, കുഴപ്പമില്ല, കാണാൻ പറ്റും, വിസിബിലിറ്റി ഒക്കെ ഉണ്ട്, അതുകൊണ്ട് രക്ഷയില്ല. 2 ദിവസം അതിൻ്റെ മുകളിൽ. എനിക്കിതിൽ നമ്മൾ വന്ന വഴിയിലെ കാഴ്ചകളാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. കാട്, അതാണ് കുറച്ചും കൂടെ മെച്ചം തോന്നുന്നു. വ്യൂ പോയിന്റിൽ ആ പാറയല്ലാണ്ട് വേറെ ഒന്നും കാണാനൊന്നുമില്ല. ആന്ധ്രക്കാർ പിള്ളേരെ കണ്ടേട്ടാ, പിള്ളേർക്ക് കേരള വണ്ടി കാണുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടം. അവര് പിന്നെ കേരളത്തിലെ മോഡിഫിക്കേഷൻ സെർച്ച് ചെയ്താൽ കേരളമാണ് വരിക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതേട്ടാ. പുറകെ വരുന്നുണ്ട് ഒരു ഹോണ്ട സിറ്റിയിൽ 5-6 പേരുണ്ടായിരുന്നു. അവർക്ക് വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്, കാര്യമെല്ലാം പറഞ്ഞു. ഒരു വഴി കണ്ട് നിർത്തി, അവിടെ വെള്ളം പോകുന്ന ഒച്ച വെക്കുന്നുണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല, കാടായിട്ട്. ചെറിയൊരു വാട്ടർഫാൾ ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ആ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയ ആ ഗ്രാമപ്രദേശം കേട്ടോ. ആ മല കണ്ട നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ആ മലയും അതിൻ്റെ അപ്പുറത്തെ ഭാഗമെല്ലാം നമ്മൾ കണ്ടത്. ഇപ്പം നമ്മൾ താഴെ എത്തി. 2 വളവും കൂടെ കഴിഞ്ഞാൽ ഒരു ചെക്ക് പോസ്റ്റ് എത്തി, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഓക്കെ ബൈ. ഇവരട്ടോ നേരത്തെ ഞാൻ പറഞ്ഞത് ആന്ധ്രക്കാരാണ്. അവർ പിന്നെ വണ്ടി കണ്ടിട്ട് സൈഡാക്കുമെന്നൊക്കെ ചോദിച്ചു കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയത്. പാമ്പളർ അവർ പറയും ആന്ധ്രയിൽ ഇതൊക്കെ ഇല്ലീഗലാണ്. ഞാൻ പറഞ്ഞു ആന്ധ്രക്ക് മാത്രമായിട്ട് റൂളൊന്നുമില്ല, ഇന്ത്യയിൽ എല്ലായിടത്തും ഇല്ലീഗലാന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു അവർക്ക് കേരളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ അടിപൊളി എന്ന് പറഞ്ഞു. സത്യമാണ്. ഇവര് പിന്നെ തിരിച്ചു വന്നേട്ടാ, കൂടെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് വന്ന് കുറെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയേട്ടാ. ഫോട്ടോസ് ഞാനിപ്പോൾ ആഡ് ചെയ്യാം അതിനകത്ത്, അവർ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷം. അവരെ ഹോണ്ട സിറ്റി ഉണ്ട്, അപ്പോൾ ആള് പറയാണ് ഹോണ്ട സിറ്റിയും കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം കേരളത്തിലേക്ക്, നമുക്ക് കുറച്ച് മോഡിഫൈ ചെയ്യണം. ഞാൻ പറഞ്ഞു ഓക്കെ, കുറച്ച് പൈസയിലെടുത്ത് നിങ്ങൾ വാന്ന് പറഞ്ഞു. അവരെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ കേട്ടോ. എന്തായാലും ഇരിക്കട്ടെ, എല്ലായിടത്തും ഇതുപോലെ കുറെ കണക്ഷൻ കിട്ടും. ഇതൊക്കെ തന്നെയാണ് നമ്മളെ യാത്രയിൽ ആകെയുള്ള സന്തോഷം. ഇപ്പം കിട്ടിയിട്ടാ, നമ്മൾ ഇന്നലെ വരുമ്പോൾ കണ്ടതാണ്. ഒരു മേളിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ, മലയിൽ നിന്ന് വരുന്ന. ഇവിടുന്ന് പല്ലെല്ലാം തേച്ച് പോകാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ പാറയിൽ നിന്ന് ഇങ്ങനെ വരുന്നേ മേളിൽ നിന്ന്. ഈ വെള്ളത്തിൽ ഒന്ന് പല്ലെല്ലാം തേച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഇവിടെ ആൾക്കാർ തുണിയെല്ലാം ഇളക്കാലും വരുന്നതാണ്. നല്ല തണുത്ത വെള്ളം കേട്ടോ. വേണമെങ്കിൽ ഒന്ന് കുളിക്കൊക്കെ ചെയ്യാം. ഇവിടുന്ന് കുളിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. കാലൊന്ന് കഴിയാക്കാം. നല്ല വെള്ളമില്ലുള്ളതുകൊണ്ട് എന്താക്കി ഞാൻ രാവിലെ തന്നെ ചോറും കറിയും വെക്കാൻ ചേട്ടാ. ചോറെടുപ്പത്തുണ്ട്. ഈ പൈപ്പിന് ലെങ്ത്ത് പറഞ്ഞുകൊണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഗ്യാസ് കുറ്റിയെല്ലാം എപ്പോൾ എടുത്ത് പുറത്ത് വെക്കണം. മാത്രമല്ല എൻ്റെ അടുപ്പ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് കുറ്റീൻ്റെ മുകളിൽ വെക്കുന്ന ടൈപ്പാണ്. അപ്പോൾ എന്തായാലും ഗ്യാസ് കുറ്റി എടുത്ത് പുറത്ത് വെക്കണം. അതൊരു ചെറിയ ബുദ്ധിമുട്ടാണ്. ശരിക്കും മറ്റേ ടൈപ്പ് അടുപ്പിന് സെറ്റാക്കണം. കുഴപ്പമില്ല, ഇത് മതി തൽക്കാലം. എന്നാൽ പിന്നെ ചോറ് സെറ്റായിട്ട് ഇന്നത്തേക്ക് ഞാൻ കറിക്കുള്ള സെറ്റപ്പ് എല്ലാം നോക്കാം. അങ്ങനെ ചോറായിട്ടുണ്ട്. കറി പിന്നെ കുക്കറിലാക്കിയില്ല, പരിപ്പാണ് ഞാൻ ഇതിനകത്ത് തന്നെ വെക്കാൻ വെച്ച്. മതി. നല്ല വിശപ്പുണ്ട്. ഇന്നലെ ഒന്നും കഴിച്ചില്ല. ഇന്നലെ ആ ഒരു ബിസ്ക്കറ്റിലാണ് ഉന്തി നീക്കിയത്. അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. കറിയായിട്ട് ഇന്ന് കഴിക്കാം. രാവിലെ തന്നെ കുറച്ച് ചോറ് തിന്നാൽ ഒരു ഷറോ. കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പരിപ്പറി റെഡി ആയിട്ടുണ്ട്, പിന്നെ ചോറും റെഡി ആയിട്ടുണ്ട്. ഞാൻ ചോറ് കഴിക്കട്ടെ കേട്ടോ. നല്ല വിശപ്പുണ്ട്. ഇന്നലെ ഒന്നും കഴിച്ചു. പാത്രം നിർത്തില്ല കേട്ടോ. പാനിൽ കടുക് പൊട്ടിക്കാൻ വേണ്ടി പാനിലെടുത്തിന്, അതിനെ തന്നെ കഴിക്കാം. പാത്രം കഴിക്കാൻ ആക്കണ്ടല്ല. ചോറിന് ഇതാ ഉച്ചക്കേക്കും വൈകുന്നേരത്തേക്കും ഉണ്ട്. കറിയൊക്കെ ഉണ്ട് അത്യാവശ്യം. മതി. അച്ചാറ്, പരിപ്പ് കറി. ഞാൻ ഫുഡ് കഴിക്കട്ടെ. ബസുമതി റൈസ് ആട്ടോ. അതുകൊണ്ട് നമ്മളെ നാട്ടിലൊരു ഫീലൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി.
ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ വൈകുന്നേരം ആയതുകൊണ്ട് ഞാൻ ആൾക്കാരെ കാണാണ്ടിരുന്നത്. രാത്രി ഇതേപോലെ കുറേ ടീം വരുന്നുണ്ട് വെറുതെ റൗണ്ട് അടിക്കാൻ. രാത്രി ഒന്നും കാണാനൊന്നുമില്ല, എന്നാലും ആൾക്കാർ വരുന്നുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ സൈഡാക്കിയ സമയത്താണ് അത്രയും വണ്ടി പോകുന്നത് മനസ്സിലായത്. ആൾക്കാർ കുറേ ഉണ്ട്. ഇവിടെ വേറെ നല്ല സ്ഥലമൊന്നും ഇല്ലാന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ടാവാം. അപ്പം നമ്മൾ ഹോസ്റ്റൽ ഹിൽസിൽ നിന്ന് താഴെ ഇറങ്ങിയേട്ടാ. നമ്മളെ ഇവിടുത്തെ പര്യടനം കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത സ്ഥലം പഠിക്കണം. അപ്പം എന്തായാലും ബാക്കി അടുത്ത സ്ഥലം എങ്ങോട്ട് പോകണമെന്നില്ല ഞാനൊന്ന് ആലോചിക്കട്ടെ കേട്ടോ. ഏതെങ്കിലും ഒരു സ്ഥലം, നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് നീങ്ങാം. ഓക്കെ.